ഈ ഒരു കാരണം കൊണ്ടാണ് ഈ കുട്ടി എന്നെ ഇട്ടിട്ട് പോയത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം വന്നിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നലെ ഞാനിട്ട വീഡിയോ കണ്ടപ്പോൾ എൻ്റെ റൂംമേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഭയങ്കര ആലോചിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇങ്ങനെയുള്ള ടോപ്പിക്കൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. സോ ഞാൻ ഇനി മുതൽ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ചീന്തിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ആൻഡ് ഈ സൈക്കോളജി കാര്യങ്ങളൊന്നും ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഞാനൊരു IT പ്രൊഫഷണലാണ്. സോ എനിക്ക് അതിനെപ്പറ്റി ബന്ധമില്ല. ബട്ട് എനിക്ക് എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഉണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് സ്റ്റോറീസ് ആയിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഭീഷണിയായിരിക്കാം, പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കഥയാണ്. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ചീന്തിയെടുത്ത ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ ഈ കഥ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ഫാമിലിക്ക്, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയുന്നൊരു കഥയാണ്. എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, എന്നെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇങ്ങനത്തെ അപരാധം പിടിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ മാത്രമേ നടക്കാറുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരിക്കും. സോ അപ്പം ഞാൻ പറയാം. ഓക്കെ, വലിച്ചു നീട്ടുന്നില്ല. ഈ കഥ നടക്കുന്നത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഗൈസ്. അതെ ഗൈസ്, ഞാൻ ആ സമയത്തെ വലിയ കില്ലാടി ആയതുകൊണ്ട് ഞാനായിരുന്നു ആ സമയത്തെ ഈ ബ്ലൂ ഹൗസ്, റെഡ് ഹൗസ് എന്നൊക്കെ ഉണ്ടാക്കൂല, ഈ ആർട്സിൻ്റെ സ്പോർട്സിൻ്റെ ഒക്കെ സമയത്ത്. അപ്പം ഞാനായിരുന്നു ബ്ലൂ ഹൗസിൻ്റെ ക്യാപ്റ്റൻ. അതെങ്ങനെ ഉണ്ടായില്ല എന്നൊക്കെ നിങ്ങൾ സ്നേഹ തോമസിനോട് ചോദിക്കേണ്ടി വരും. സ്നേഹ തോമസ് എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, സോ അവളാണ് എന്നെ പിടിച്ചിട്ട് ഇതാക്കിയത്. ആ സമയത്ത് ദിദ്യാസ്വത്ത് ഭയങ്കര സീനായിരുന്നു. അപ്പം ദിദ്യാസ്വത്ത് ക്യാപ്റ്റൻ ആയിരുന്നേ ഉള്ളൂ ഗൈസ്. ബ്ലൂ ഹൗസ് എന്ന് പറഞ്ഞ ആ ഒരു ടീം ഒരു അപരാധം പിടിച്ച ടീമുമായി പോയി. അത് ആർട്സിനും സ്പോർട്സിനും ഒക്കെ തോറ്റിട്ട് ഞാൻ തുന്നമ്പാടി മറ്റേ തുണിയൊക്കെ തലയിൽ കൂടെ ഇട്ടുകൊണ്ടാണ് നടന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ. ഇപ്പോഴത്തെ ദിവ്യ സെറ്റാണ്. അപ്പം നമ്മുടെ കഥാപാത്രം വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, നമ്മുടെ ഹീറോയിൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അനുയായികൾ വേണമല്ലോ, അങ്ങനെയല്ലേ പറയാ, കൂടെ കൂട്ടാൻ കുറച്ച് പിള്ളേർ വേണമല്ലോ. അപ്പോൾ ഞാനങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിലെ കുറച്ച് പെൺപിള്ളേരെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവരോട് പറയും, എനിക്ക് അത് വേണം, എനിക്ക് 2 പേര് അവിടെ വേണം, അല്ലെങ്കിൽ 3 പേര് ആ പരിപാടിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരിങ്ങനെ പേടിച്ച് നിർത്തും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവരോടും പറയും, നിങ്ങൾ ലളിതഗാനവും, നിങ്ങളൊരു 4 പേര് ലളിതഗാനം ചെയ്യും, 7 പേര് നാടൻ പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മറ്റേ ഭരിച്ച് നടക്കുക. ആ സമയത്താണ് ഈ പെൺകുട്ടീനെ ഞാൻ പരിചയപ്പെടുന്നത്. ഇവള് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിലുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ ഇവള് സെയിം വൈബാണ്. ഞാൻ ഇങ്ങനെ വേളി പിടിച്ച് നടക്കുന്ന ഒരു ഐറ്റമാണ്. ഇവളും അങ്ങനെയൊക്കെ തന്നെ ഒരു സാധനമായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് കണക്റ്റായി. ഇവർ നാടൻ പാടിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ആർട്സും സ്പോർട്സും എന്നൊക്കെ പറഞ്ഞാൽ 2 വീക്കായിട്ട് നടക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പം എൻ്റെ കൂടെ സ്നേഹ തോമസ്, എനിക്ക് ആകെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ പിള്ളേരോട് പറയും. തെണ്ടി പിള്ളേരെ പോലെ അവർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് വരും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും ഇവളും കമ്പനിയായി. നമ്മൾ 10ാം ക്ലാസ്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഞാൻ +1, സെയിം സ്കൂളാണ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവള് 10 പഠിക്കുക, ഞാൻ +1 +2. അപ്പോൾ നമ്മളെപ്പോഴും കാണും, നമ്മൾ സംസാരിക്കും. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയും, നിങ്ങൾക്ക് 4 ഫ്രണ്ട്സിനെ കിട്ടിയാൽ നീ അവരോട് പോകുന്ന പറയും. എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ മറ്റേ ജീവിതാവസാനം വരെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനത്തെ ഒരു മുതലായിരുന്നു ഇതും. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെയൊക്കെ കൊണ്ടു നടന്ന്, അപ്പം അങ്ങനെ +1 +2 ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ +2 ഡിഗ്രി ഞാൻ ചേർന്നു. അപ്പോൾ ഇവിടെ +1 +2 പഠിക്കുക. അപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇവിടെ എൻ്റെ ലൈഫിൽ നിന്ന് പോയി. അത്രയും ദിവസം വിളിക്കുമായിരുന്നു, മെസ്സേജ് അയക്കുമായിരുന്നു, ഇടയ്ക്കൊക്കെ നമ്മൾ കാണുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ലെസ്ബിയനാണെന്ന് പറയരുത്, ഇത് ഫ്രണ്ട്ഷിപ്പാണ് ഗൈസ്, ഇത് പ്യൂർ ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, ഞാൻ നോക്കാത്ത ആമ്പിളേരൊന്നുമില്ല. ഓക്കെ, അതവിടെ ഇട്, ഇത് പറയണം തോന്നി. ഇല്ലെങ്കിൽ ഇടയ്ക്ക് എൻ്റെ കൂടെയുള്ള തെണ്ടുകൾ തന്നെ വന്ന് കമൻ്റ് ഇടും, എടാ നീ ലബനീസ് അല്ലേ എന്ന് ചോദിച്ചിട്ട്. നോ. അപ്പം ഇവള് ഡിഗ്രി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവളങ്ങ് വാനിഷായി. പിന്നെ ഞാൻ ഡിപ്രഷനിലായില്ലേ, ഞാൻ മറ്റേ നന്മമരമല്ലേ, ഞാൻ ഭയങ്കര പാവല്ലേ ഗൈസ്. അപ്പം എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുക, നീ എന്ത് ചെയ്തിട്ടാ അവൾ പോയത്, അവളെന്താ മിണ്ടാത്തെ. അപ്പം എനിക്ക് ആ സമയത്ത് ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുറേ കുത്തിരി പരിപാടിയൊക്കെ ഏൽപ്പിക്കായിരുന്നു. ഇവളെ വിളിക്കാനും അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു, അമ്മേൻ്റെ ഫോൺ എടുത്ത്. ആ സമയത്ത് നമ്മളെപ്പോലെ വാട്സപ്പ്, ഫേസ്ബുക്ക് അതൊന്നും ഇല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ AD-യില്ല. നോ, ഞാൻ 2000. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇതൊന്നുമില്ല, ഞാൻ ചെറുതല്ലേ. ഇനി ഡിഗ്രിക്ക് ആ സമയത്ത് അങ്ങാണ്ട് എനിക്ക് ഫോൺ മേടിച്ചു തന്നെ. അപ്പം എൻ്റെ കയ്യിൽ ഫോണുണ്ട്, അവളെ കയ്യിൽ ഫോണില്ല. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. ആ സമയത്താണ് ഈ അപരാധം പിടിച്ച കോവിഡും കൂടെ വന്നത്.
അപ്പോൾ പിന്നെ ഞാൻ കംപ്ലീറ്റ് സൈഡായി. വീട്ടിലൊക്കെ ഇരുന്നിട്ട് മറ്റേ ചുമരിൽ എന്നും പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ. അതൊക്കെ ഒരു കാലം. ഇതൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് കേട്ടോ. എന്നെ ഇപ്പോൾ എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ആരെങ്കിലൊക്കെ എന്നെ ചതിച്ചിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ പോട്ടെ ഇനി അടുത്ത് കിട്ടും. പക്ഷെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഇരുന്ന് വേഗം പറഞ്ഞ് കാര്യം ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു 2-3 കൊല്ലം എനിക്കൊരുമാതിരി ഡാർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ PGക്ക് വന്നു. ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നു. പുതിയ ഫ്രണ്ട്സൊക്കെ ആയി, നമ്മൾ സെറ്റപ്പായി. ഞാൻ ഈ എൻജോയ്മെൻറ്റ് ആ ഒരു കാലഘട്ടത്തിലേക്കാണ്. അപ്പോൾ ഒരു 3 കൊല്ലത്തിന് ശേഷം ഇയാൾ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. നോട്ട് ദ പോയിന്റ്. സോ അപ്പോഴും ഞാൻ ഈ നന്മമര സെറ്റപ്പ് ഒന്നും വിട്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇയാൾ ഒരു ദിവസം എൻ്റെ അടുത്ത് എന്നെ വിളിക്കുന്നു, കുറേ വിഷമങ്ങളൊക്കെ പറയുന്നു. അപ്പോഴും എന്തുകൊണ്ടാണ് സമയത്ത് പോയതൊന്നും അല്ലെ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടും പിടിച്ചതെന്നില്ല. ഇവിടെ എന്നെ വിളിക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി, എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസം എക്സാം കേട്ടോ. എനിക്ക് പിറ്റേ ദിവസം എന്തോ സെമസ്റ്റർ എക്സാം കണ്ടോ. പക്ഷെ ഞാൻ നന്മമരായതുകൊണ്ട് എനിക്കിവിടെ സഹായിക്കണമല്ലോ, മോട്ടിവേറ്റ് ചെയ്യണമല്ലോ. ഞാൻ മോട്ടിവേഷൻ സ്പീക്കറും കൂടെ. അപ്പം ഞാൻ ഇരുന്നിട്ട് 3-4 മണിക്കൂർ ഇവിടെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തോടാ, അങ്ങനെ ഒന്നല്ലടാ, ഇങ്ങനെയാടാ, അവിടെ നീ സെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ വിട്ട്. ഓക്കെ. അതായിരുന്നു നമ്മളെ മറ്റേ എന്താ റീയൂണിയൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെറ്റായി, നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എന്തുകൊണ്ടാണ് പോയത് അതൊന്നുമില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ. കാരണം എനിക്ക് വർക്ക് അല്ലെങ്കിൽ എനിക്ക് എക്സാംസും കാര്യങ്ങളും, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ സെറ്റപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ പോയി എപ്പോഴെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കും, അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. നമ്മളും ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് വിട്ടു പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ റീസെൻ്റ്ലി നമ്മൾ കണ്ടു. അപ്പോൾ എനിക്ക് ഈ ഉള്ളിലൊരു സാധനമുണ്ട്. ഞാൻ ഈ ഒരു ബേർഡൻ വെച്ച് നടക്കാൻ കുറേ കാലമായല്ലോ ഇതും വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് ചോദിക്കാം, എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒന്നും പറയാണ്ട് പോയതെന്നുള്ള സാധനം ചോദിക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ ഇവളോട് പറഞ്ഞാടാ എനിക്കറിയണം, വെറുതെയാണ് ഇത് വെച്ചിട്ട് ഞാൻ നിന്നെ ഒന്നും പറയാനും പിടിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ എനിക്ക് അറിയണം. അപ്പോൾ ഇവിടെ വേണ്ട ചേച്ചി, പോകും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നു. ഇല്ല നീ പറ, കുഴപ്പമില്ല, ഞാൻ ഒരുപാട് മെച്ചുവേർഡായി, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഞാനത് ചോദിച്ച്. അപ്പോൾ ഇവിടെ ഒരുപാട് നേരം ഇങ്ങനെ സൈഡായി അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, ലൈക്ക് എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു ചേച്ചി എന്നെ മതം മാറ്റുമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി ഗൈസ്. മര്യാദയ്ക്ക് അമ്പലത്തിൽ പോലും പോവാത്ത ഞാൻ മതം മാറ്റുമെന്നൊക്കെ. എനിക്ക് അന്നേരം വന്ന് സങ്കടം ഉണ്ടല്ലോ. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ കുട്ടി എന്നെ ഇട്ടിട്ട് പോയതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് പിന്നെ പറയാൻ പറ്റില്ല. കാരണം ഇവളെന്ന സമയത്ത് 10ാം ക്ലാസ്സിലോ +2 അങ്ങനെ പഠിക്കുക. അപ്പോൾ കുഞ്ഞിപ്പിള്ളേരെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. ആൻഡ് ഇവരൊരു ഓർത്തഡോക്സ് ഫാമിലിയും കൂടെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഷീസ് ലൈക്ക് ചേച്ചി എന്നെ മതം മാറ്റും, പിന്നെ ചേച്ചി കമ്മ്യൂണിസ്റ്റുകാരിയല്ലേ, അപ്പം ചേച്ചി എന്നെ പാർട്ടിയും മാറ്റും എന്ന് അവർക്ക് പേടിയാ. വൈ ബ്രോ, എന്നോടിപ്പോൾ കൃഷ്ണനാരാന്നൊക്കെ ആരെയും ചോദിച്ചു ഞാൻ മറ്റേ ഓടക്കുഴലും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന മനുഷ്യനല്ലേ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അത്ര പോലും ഈ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ എൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം ഉണ്ടെന്നല്ലാണ്ട് ഞാനത് ഫ്ലെക്സ് ചെയ്ത് നടക്കുന്ന ഒരാളൊന്നുമല്ല. ഈ രാഷ്ട്രീയം പറയാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ +1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. പുള്ളിക്ക് ഞാൻ പാട്ട് പാടിയേ പറ്റുള്ളൂ. ആ സമയത്താണ് എനിക്ക് ആകെ അറിയുന്ന പാട്ട് ഈ സഖാവ് എന്ന് പറഞ്ഞ പാട്ടാണ്. ആ പാട്ട് ഞാൻ എന്ന് പാടിയോ അന്ന് തൊട്ട് ഞാൻ ആ സ്കൂളിൽ സഖാവാണ്. അതുകൊണ്ടാണ് ഇവളിങ്ങനെ പറഞ്ഞത്, ഓക്കെ ഞാൻ ചേച്ചി കമ്മ്യൂണിസ്റ്റുകാരിയാണല്ലോ എന്നൊക്കെയുള്ള സാധനം. എനിക്കിത് കേട്ടിട്ട് ഡിപ്രഷനിൽ പോകണോ, ചിരിക്കണോ, അല്ലെങ്കിൽ ഇവളെന്തെങ്കിലും തെറി വിളിക്കണോ ഒന്നും ഞാൻ എന്നിട്ട് അവളോടൊന്നും പറഞ്ഞില്ല. ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കിടന്ന് കീറി ചോരയൊക്കെ വന്നിട്ട് അവസ്ഥയിലിരിക്കാം. എനിക്ക് നിങ്ങളോട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ തന്നെ എനിക്ക് നാണാണ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊന്നും റിലേറ്റ് ചെയ്യില്ല. കാരണം ഇതൊക്കെ എൻ്റെ ലൈഫിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ കാഷ്വലായിട്ട് മിണ്ടുന്ന പോലെ തന്നെ ഞാൻ അവളോട് മിണ്ടി സംസാരിച്ചു. ഇപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. സോ അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഞാൻ ചീന്തിയെടുത്ത ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അടുത്തത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, എൻ്റെ ചേച്ചി ആയിരിക്കാം, എൻ്റെ അമ്മയായിരിക്കാം, എൻ്റെ റൂംമേറ്റ് ആയിരിക്കാം. സോ നാളെ ഞാൻ അടുത്ത സ്റ്റോറി ആയിട്ട് വരും. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.